ഹായ് കൂട്ടുകാരെ, ബ്യൂട്ടി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല പച്ച കിളിമീനാണ് കേട്ടോ, നല്ല സൂപ്പർ കിളിമീനാണ്. അപ്പോൾ ഇന്നിത് മുളക് കറി വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വെട്ടിയെടുക്കുവാണേ. വേണ്ട ഒരുമാതിരി മുഴുപ്പായിട്ടേ ഉള്ളത്, എത്രയും മുഴുത്തതാണ്. അപ്പം നല്ല പച്ച എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കപ്പം കറി വെക്കുന്ന ചേരുവകളൊക്കെ നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ഉള്ളി അരിഞ്ഞത്, കരിയാപ്പല, പുളി, മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ അതേ ഉലുവ, മഞ്ഞൾപ്പൊടി പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആണ് കറിക്ക് വേണ്ട ചേരുവകൾ. അപ്പോൾ നമുക്കൊന്ന് കറി വെക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തു. അത് പൊട്ടിയപ്പം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുവാണ്. അതും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇടുന്നത് ഒരു കൊഴുപ്പിന് വേണ്ടിയാണ് കറിക്ക് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂക്കട്ടെ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇളക്കി മൂത്ത് ഒക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് ഞാൻ കുറച്ച് കരിയാപ്പിലയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. നല്ല പച്ച കരിയാപ്പിലയാണ്. അപ്പോൾ നമുക്ക് കരിയാപ്പിലയാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. കരിയാപ്പില ഇനി ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കുവാണ്. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കണം. അതെല്ലാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ, ഇതെല്ലാം മൂക്കുന്നതിൻ്റെ. അപ്പോൾ നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2.5 സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നമുക്കിവിടെ ഇച്ചിരി എരിവ് വേണം. അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് മൂക്കണം. നല്ലതായിട്ട് ഇളക്കി നല്ലതായിട്ടൊന്ന് മൂക്കണം. അതിൻ്റെ ബ്രൗൺ കളറാണ്. അന്നേരം വേണം നമുക്ക് ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാനേ. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണേ. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ അരപ്പെല്ലാം നല്ലതായിട്ടൊന്ന് മൂക്കുമ്പം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ലതായിട്ട് കരിയല്ലേ, ചെറിയ തീ വേണം. തീ കുറച്ചിട്ടിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ നല്ലതായിട്ട് എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോഴാണ് എരിവ് ഇച്ചിരി കുറയുകയും ചെയ്യും. കുത്തലൊക്കെ നല്ലതായിട്ട് മാറും, മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ. അപ്പോൾ ഒരുമാതിരി നല്ല മൂക്കുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതേ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, മീൻ വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതെല്ലാം ഒന്ന് നല്ലതായിട്ട് ഇളക്കി ഒന്ന് നല്ലതായിട്ട് എന്താ പുളിയാണ്. നമ്മുടെ ഇവിടെ പുളിന്ന് പറിച്ച് ഉണങ്ങിയ പുളിയാണ്, നല്ല പുളി. ഒരു കഷ്ണം മതിയുണ്ടോ, 3-4ആയിട്ട് കീറി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം മീൻ പെറുക്കി ഇട്ട് കൊടുക്കാൻ പുളി. എന്നിട്ട് ഞാൻ ആ കറിയൊക്കെ വെന്ത് കുറച്ച് 2 കഷ്ണം പുളിയൊക്കെ എടുത്ത് മാറ്റും, അല്ലേ ഭയങ്കര പുളി ഇറങ്ങും. അപ്പോൾ അത് മീനൊക്കെ പെറുക്കി ഇട്ട് കൊടുക്കുവാണ്. അപ്പം 2ആയിട്ടാണ് ഞാൻ കിളിമീൻ കണ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കരിയാപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം പിന്നെ നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് അടച്ച് വെച്ച് മീൻ വേവിച്ചെടുക്കാം. അപ്പം മീൻ ഇതൊക്കെ വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല മീൻ കറിയുടെ. അല്ല കപ്പയൊക്കെ തിന്നാനും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഒത്തിരി ചാറൊന്നും ഇടാതാണ് ഞാൻ കറി എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കിളിമീൻ വറക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്, അടച്ച് വെച്ചിരിക്കുക. പിന്നെ വേണ്ട കുറച്ച് കിളിമീൻ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്, ഒരു 5-6 എണ്ണം ഉണ്ട്. അപ്പം വൈകിട്ട് വറക്കാനായിട്ട് ഞാൻ പുരട്ടി വെച്ചിരിക്കുവാണ്. അത് പിള്ളേരല്ല എല്ലാവർക്കും ഉണ്ട് കേട്ടോ, എല്ലാവർക്കും കഴിക്കാനുള്ളതുണ്ട്. അപ്പം മീനൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഞാൻ ചോറ് കഴിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. ചക്കെല്ലാം ചാറും മീൻ കഷ്ണമൊക്കെ നല്ല ഉപ്പും എരിവും പുളിയൊക്കെ നല്ലതായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണമേ. ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.